ഇന്ന് നമ്മൾ നെല്ലിക്ക ഉപ്പിലിട്ടതാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അറിയാത്ത ആരെങ്കിലും ഉണ്ട് വെച്ചെങ്കിൽ ഞാൻ ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഉപ്പിലിടാനുള്ള നെല്ലിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ലോണം ഇടുന്നുണ്ട്. ഒരു ഏകദേശം 5 കിലോനോളം നെല്ലിക്കയാണ് ഞാൻ ഉപ്പിലിടുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ നെല്ലിക്ക അച്ചാറുണ്ടാക്കിയപ്പോഴും എനിക്ക് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടോ വീട്ടിൽ ഇത്ര അധികം അച്ചാറിടാന്ന്. അപ്പോൾ നെല്ലിക്ക അത്യാവശ്യം ഒരു ബിഗ് ഫാമിലി തന്നെയാണ്, അത് വിചാരിച്ചിട്ടല്ല, ഞങ്ങൾക്കിത് നല്ല നാടൻ നെല്ലിക്കയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു 5 കിലോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു വലിയ ഭരണിയിൽ ഇട്ട് വെക്കാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ ആ 5 കിലോ നെല്ലിക്കയും നന്നായിട്ട് കഴുകിയെടുത്തു. അപ്പോൾ നമ്മൾ എന്തായാലും പുറമേ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ നന്നായി ഒന്ന് കഴുകുക. കഴുകിയതിന് ശേഷം നല്ലൊരു കോട്ടൺ ടവൽ വെച്ചിട്ട് നന്നായി തുടച്ചെടുക്കുക. ഒട്ടും തന്നെ വെള്ളമില്ലാതെ തുടച്ച് മാറ്റി വെക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇട്ട് വെക്കുന്ന പാത്രം ഏതാണോ അതിനനുസരിച്ചിട്ടാണ്. അതിനൊരു കണക്ക് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ 5 കിലോന്നൊന്നും ഞാൻ എപ്പോഴും ചെയ്യണ കാര്യമല്ലല്ലോ, ചെറിയ അളവിലൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2-3 ലിറ്റർ വെള്ളമൊക്കെ തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ വെള്ളത്തിൽ ഉപ്പിടുമ്പോൾ കുറച്ച് മുൻപേ നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പിട്ട് കൊടുക്കാൻ. കാരണം നമ്മുടെ ഈ നെല്ലിക്കയിലേക്കൊക്കെ പിടിച്ച് വരണമല്ലോ. അപ്പോൾ അത്യാവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 20 ടേബിൾ സ്പൂൺ ഉപ്പൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു കണക്കൊന്നും നമുക്ക് അങ്ങനെ കറക്റ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഭരണി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇതുപോലെ നെല്ലിക്ക എല്ലാം തുടച്ചതിന് ശേഷം ഭരണി നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. നന്നായി വെള്ളമൊക്കെ കളഞ്ഞ് തുടച്ചതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. അതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. പറയുന്ന രീതിയിൽ വെള്ളമില്ലാതെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഫംഗസ് വരും. നമ്മൾ ഉപ്പിലിട്ടത്, എൻ്റെ നെല്ലിക്കൊന്നും ഉപ്പിലിട്ടുണ്ടെങ്കിൽ നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്തൊന്നും ഫംഗസ് ഒന്നും വന്നിട്ട് കാണാറില്ല. പക്ഷെ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അത് എടുക്കുമ്പോൾ സൂക്ഷിച്ചില്ല വെച്ചെങ്കിൽ ചിലപ്പോൾ ഫംഗസ് ഒക്കെ വരും. എടുക്കുന്ന കയ്യിലോ അല്ലെങ്കിൽ സ്പൂണുകളിലൊക്കെ വെള്ളം ഉണ്ട് വെച്ചെങ്കിൽ അതിനകത്ത് ഫംഗസൊക്കെ പെട്ടെന്ന് വരും. അപ്പോൾ എടുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെക്കുക. അത് പാകമായി കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. നല്ല ശ്രദ്ധയോടുകൂടി എടുത്ത ഒട്ടും തന്നെ ഫംഗസ് ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ മുമ്പ് തന്നെ നമുക്ക് നെല്ലിക്ക എല്ലാം നന്നായിട്ട് ഇതിലേക്ക്. അപ്പോൾ നമ്മൾ എടുക്കുന്ന നെല്ലിക്കയിൽ എന്തെങ്കിലുമൊക്കെ കേടുകളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നമ്മൾ മാറ്റണം. ഇതൊന്നും കംപ്ലൈൻ്റ് അല്ല കേട്ടോ. അത് ഞങ്ങൾ നന്നായി നോക്കിയിട്ട് എടുത്തതാണ്. ഇത് ചെറിയ കറുത്ത കുത്തുകളാണ്, അതൊന്നും ഒരു കേടുള്ളതല്ല. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അതായത് തിളപ്പിച്ച ആറിയ വെള്ളം കേട്ടോ, നന്നായി തിളപ്പിച്ച ആറിയ വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ നമ്മൾ തിളപ്പിച്ച് ആറിയ വെള്ളമാണ് ഇരിക്കുന്നത്. നന്നായി വെട്ടി തിളപ്പിക്കണം. അതിനകത്ത് ഉപ്പിട്ടിട്ട് വേണം നമ്മൾ തിളപ്പിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ചൂടാറിയ വെള്ളമാണ്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെല്ലിക്കയുടെ മുകൾ ഭാഗം വരെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ആയിട്ടില്ല, കുറച്ചും കൂടി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ തിളപ്പിച്ച ആറിയ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നെല്ലിക്കയിലേക്ക് ഞാൻ ഇതിൽ കുറച്ച് പച്ചമുളക് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാന്താരി മുളകാണ് കിട്ടുന്നതെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം മൂത്ത മുളക് തന്നെയാണ്. അത് നമുക്ക് എരിവൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എത്രത്തോണ്ട് വേണം വെച്ചെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാൻ ഇപ്പോൾ എത്രത്തോളമാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ 2 മുളകും അത്യാവശ്യത്തിന് നല്ല എരിവുള്ളതൊക്കെ തന്നെയാണ്. 5 കിലോനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് ഏകദേശം ഒരു എരിവ് വരുമ്പോഴായിരിക്കും നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി ഇതെല്ലാം നമുക്കൊന്ന്, അപ്പോൾ ഈ മുളകൊക്കെ വാങ്ങിച്ചതായാലും വീട്ടിലുള്ളതായാലും നന്നായി കഴുകിയിട്ട് വെള്ളമൊക്കെ നന്നായി തുടച്ചെടുക്കുക. എന്നിട്ട് തന്നെയാണ് നമ്മൾ മുറിച്ചിടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ പച്ചമുളകിൽ വെള്ളം ഉണ്ട് വെച്ചെങ്കിലും നമ്മുടെ നെല്ലിക്കയിലേക്ക് ഫംഗസൊക്കെ വരാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ അത് കാരണം നന്നായിട്ട് തുടച്ചിട്ട് നമുക്കിത് മുറിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുളക് എടുത്ത് വെച്ച മുളക് മുഴുവൻ എടുത്തില്ല, കാരണം മുറിച്ച് വന്നപ്പോൾ നല്ല എരിവുള്ള മുളകാണെന്ന് തോന്നി. അപ്പോൾ അത് കാരണം ഞാൻ അതിലത്തെ നമ്മൾ വാങ്ങിച്ച മുളകിൽ നിന്ന് പകുതിയും മാറ്റിയിട്ടോ ബാക്കിയുള്ള മുളക് എടുത്തിട്ടുള്ളൂ. ഒരുപാട് മുളകായ നമുക്ക് കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നന്നായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നെല്ലിക്കയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നല്ല മരത്തവി കൊണ്ട് തന്നെ ഇളക്കി കൊടുക്കുക.
അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കയ്യിലോട്ട് നോക്കിയിട്ട് ഉപ്പൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് ഇപ്പോൾ വേണം നമ്മൾ നോക്കാൻ. നന്നായി മുന്നിലേക്ക് നിന്നാൽ മാത്രമേ നെല്ലിക്കയിലേക്കൊക്കെ പിടിച്ച് കിട്ടുള്ളൂ കേട്ടോ. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. നമുക്ക് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, പച്ചയ്ക്ക് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് അത്യാവശ്യം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി ഇത് നമുക്ക് നന്നായി കെട്ടി വെക്കണം. ഒന്നെങ്കിൽ പ്ലാസ്റ്റിക് റാപ്പർ വെച്ചിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായി ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ലിഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ലൊരു പ്ലാസ്റ്റിക് റാപ്പർ വെച്ചൊന്ന് നന്നായി റാപ്പ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മൂടി എടുത്ത് വെക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കോട്ടൺ തുണി, നല്ല വെള്ള തുണി വെച്ചിട്ട് കെട്ടി വെച്ചാലും മതി. അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച്. അപ്പോൾ തുണി വെച്ച് കെട്ടുമ്പോൾ നമ്മൾ മൂടി വെച്ചതിന് ശേഷം വേണം തുണി വെച്ച് കെട്ടാട്ടോ. ഇതൊന്ന് റാപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊന്നും കൂടി ഇതേപോലെ തന്നെ പ്ലാസ്റ്റിക് റാപ്പർ വെച്ചൊന്ന് റാപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഒരു 10-20 ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്